ഒന്നിനു പിറകെ ഒന്നായി രാഹുൽ ഗാന്ധിയുടെ അധിക്ഷേപ പരാമർശങ്ങളിൽ ഇന്ത്യയിലെ വിവിധ കോടതികളിലായി കേസുകൾ കുമിഞ്ഞുകൂടുകയാണ്. വി.ഡി. സവർക്കർക്ക് എതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശത്തിൽ ഇപ്പോൾ പൂനെ കോടതി രാഹുലിന് സമൻസ് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയുടെ താക്കീത് വന്നതിനു പിന്നാലെയാണ് ഇപ്പോൾ പൂനെ കോടതിയും രംഗത്ത് വന്നിരിക്കുന്നത്. സവർക്കറുടെ ബന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സമൻസ് അയച്ചിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കോടതി നേരിട്ട് ഹാജരാകാൻ പല കോടതികളും പല അവസരത്തിലും പറഞ്ഞെങ്കിൽ പോലും ഇതുവരെയും രാഹുൽ ഗാന്ധി ഒരു കോടതിയിലും ഹാജരായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇക്കഴിഞ്ഞ ദിവസം പൗരത്വം സംബന്ധിച്ചിട്ടുള്ള കോടതിയുടെ പ്രസ്താവനയിൽ ഒന്നുകിൽ താൻ ഇന്ത്യക്കാരനാണോ അല്ലയോ എന്നതുള്ള അത് തെളിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പൗരത്വം തെളിയിക്കാൻ 10 ദിവസത്തെ സമയമായിരുന്നു കോടതി അനുവദിച്ചതും. നമുക്കറിയാം, നിരന്തരം വിദേശ മണ്ണിൽ പോയി ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു രീതി. രാഹുൽ മെയ് 9 തന്നെ ഹാജരാകണമെന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുറച്ചു കാലം മുൻപ് ലണ്ടനിൽ വെച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വി.ഡി. സവർക്കറെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ അധിക്ഷേപകരമായ പ്രസ്താവനയെ തുടർന്നുകൊണ്ടാണ് സവർക്കറുടെ ബന്ധു കേസ് ഫയൽ ചെയ്തതും. ഇതേ വിഷയത്തിൽ രാഹുലിനെതിരെ നിലനിൽക്കുന്ന മറ്റൊരു കേസിൽ ഭാവിയിൽ സ്വതന്ത്ര സമര സേനാനിക്കെതിരെ വിവാദപരമായ പരാമർശങ്ങൾ നടത്തരുതെന്നും അല്ലാത്ത പക്ഷം നടപടികൾ നേരിടേണ്ടി വരുമെന്നും സുപ്രീം കോടതി കോൺഗ്രസ് എംപിക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സവർക്കർക്കെതിരായ കോടതിയുടെ പരാമർശങ്ങളോട് ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്ത, മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ച് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി വിനായക് ദാമോദർ സവർക്കറെ പ്രശംസിച്ച് കത്തെഴുതിയ കാര്യം അദ്ദേഹത്തിന് അറിയാമോ എന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. വൈസ്രോയ്ക്ക് എഴുതിയ കത്തുകളിൽ നിങ്ങളുടെ വിശ്വാസ്യത ദാസൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാരുടെ ദാസൻ എന്ന് വിളിക്കുമോ എന്നും രാഹുലിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയോട് ജസ്റ്റിസ് ദീപങ്കർ ദത്ത ചോദിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാത്ത രാഹുൽ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്നും അങ്ങനെ ഉണ്ടായാൽ കോടതി സ്വമേധയാ കേസെടുക്കുമെന്നും പറയുകയും ചെയ്തു. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസി മൊസാദ് രംഗത്ത് വന്നിരുന്നു. അദാനിയെ തകർക്കാൻ വേണ്ടി കള്ള റിപ്പോർട്ടുകൾ ചമച്ച് ഇന്ത്യൻ ഓഹരി വിപണി ഇടിച്ചുകൊണ്ട് അമേരിക്കയിലെ ഹിൻഡൻബർഗ് റിസർച്ചുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് മൊസാദ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതും. ഇതോടുകൂടി തന്നെ ഇന്ത്യക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ അജണ്ട പുറത്തു വരികയാണ്. സ്പുട്നിക് ഇന്ത്യ എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നതും. ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നത് ഇന്ത്യ നശിച്ചാലും വേണ്ടില്ല, മോദി വീണാൽ മതി എന്ന രാഹുൽ ഗാന്ധിയുടെ മനോഭാവമാണ്. ഇതോടുകൂടി തന്നെ അദാനിയെ വീഴ്ത്തുക വഴി മോദിയെ വീഴ്ത്തുക എന്ന ജോർജ് സോറോസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ രാഹുൽ ഗാന്ധിയും പങ്കാളിയാണ് എന്ന കാര്യം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ വിദേശ യൂണിറ്റായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷനായ സാം പിത്രോഡയുടെ കമ്പ്യൂട്ടർ സെർവറുകൾ രഹസ്യമായി പരിശോധിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിയും ഹിൻഡൻബർഗ് റിസർച്ചും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന രേഖകൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.